ഇന്ന് കഫ്താൻ നൈറ്റി കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 34 ഇഞ്ച് വീതിയും 56 ഇഞ്ച് നീളമുള്ള ഒരു നൈറ്റി പീസാണ് എടുത്തത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് ഞാൻ പേപ്പറിൽ കാണിക്കാം. ഞാനിങ്ങനെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ നമ്മുടെ നൈറ്റി പീസ് ആദ്യം തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ഈ നൈറ്റി പീസ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. പിന്നെ ഇത് കൈക്കുഴി, ഇതിന് ഷോൾഡർ കട്ട് ചെയ്യില്ല, ഷോൾഡർ അടിക്കാൻ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ബാക്കിയെല്ലാം അടയാളപ്പെടുത്തുന്നത് നമുക്ക് ക്ലോത്തിൽ അടയാളപ്പെടുത്താം. അപ്പോൾ ഇതിന് ലെങ്ത്ത് വേണ്ടിയത് 54 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഇവിടെ 54 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബാക്കി പീസ് നമുക്ക് ഇവിടെ ബെൽറ്റ് വെക്കാനായിട്ട് എടുക്കാം. ഈ നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. നെക്ക് ഞാൻ 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. ഇത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്കിന് 3.5 ഇഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത്. ഫ്രണ്ട് നെക്കിന് 5.5 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് തന്നെ വിഡ്ത്തും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്കൊരു ബോക്സ് ആക്കി വരയ്ക്കാം. ബാക്ക് നെക്ക് ഞാൻ ഇവിടെ നിന്ന് റൗണ്ട് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് ഒരു വി ഷേപ്പിലാണ്. ശരിക്കും വി അല്ല, ഒരു ഓവൽ ഒക്കെ പറയാം. സ്ലീവിൻ്റെ വണ്ണം എനിക്ക് 6 ഇഞ്ചാണ് വേണ്ടത്. അതിനോട് 2 ഇഞ്ച് കൂട്ടി 8 ഇഞ്ച് എടുക്കുന്നുണ്ട് ഞാൻ. അതേപോലെ തന്നെ ഒരു 8 ഇഞ്ച് ഇവിടെയും താഴെ 8 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 8 ഇഞ്ചിൽ നിന്ന് നമുക്ക് ചെസ്റ്റ് എടുക്കാം. ചെസ്റ്റ് എനിക്ക് വേണ്ടിയത് 36 ഇഞ്ച് ചെസ്റ്റുള്ള ഒരു കഫ്താനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 36 ഇഞ്ച് ചെസ്റ്റ് റൗണ്ടുള്ള ഒരു കഫ്താനാണ് തയ്ക്കുന്നത്. അപ്പോൾ 36 ഇഞ്ചിനോട് 4 ഇഞ്ച് കൂട്ടി, അപ്പോൾ 40 ഇഞ്ച്. 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 10, 10നോട് 3 കൂട്ടി, അങ്ങനെ 13 ഇഞ്ചാണ് എനിക്ക് ചെസ്റ്റ് റൗണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് 13 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടുന്ന് ഈ ഇങ്ങോട്ട് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തിയ ആ പോയിന്റിലേക്ക് 4 ഇഞ്ചാണുള്ളത്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് താഴെ വരെ 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഈ 4 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുന്നത് നന്നായിട്ട് താഴെ വരെ യോജിപ്പിച്ച് കൊടുക്കണം. 3 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. ഈ 3 ഇഞ്ച് വരെ ലൈൻ കൊടുത്താൽ മതി, കാരണം നമുക്കിവിടെ ഒന്ന് മടക്കി തയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ കൂട്ടി അടിച്ചാൽ മടക്കി തയ്ക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ഈ 4 ഇഞ്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. താഴെ വരെ 4 ഇഞ്ചാണ്. അങ്ങനെ താഴെ വരെ 4 ഇഞ്ച് എടുത്താൽ മതി. ഈ താഴെ ഭാഗത്ത് നിന്ന് ഒരു 3 ഇഞ്ച് മേലേക്ക് നമുക്ക് ഇവിടെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 ഇഞ്ച് വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ 3 ഇഞ്ച് വരെ മാത്രം കൂട്ടി തയ്ച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൈക്കുഴി. അപ്പോൾ ഇവിടെ ഒരു 1.5 ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക് നെക്ക് വെട്ടാം. അപ്പോൾ അത് ബാക്ക് നെക്ക് വെട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഈ വി നെക്കിന് ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചുകൊണ്ട് ഇത് നമ്മൾ ഇങ്ങനെ 2 പീസ് ഉണ്ടാവും. അപ്പം മേലത്തെ പീസ് മാത്രം ഇങ്ങനെ പൊന്തിച്ചെടുത്തിട്ട് ഫ്രണ്ട് നെക്ക് വെട്ടിക്കൊടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ സ്ലീവിൻ്റെ ഈ ലൈന് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. കഫ്താൻ നൈറ്റി തയ്ക്കുമ്പോൾ നല്ല ഭാഗത്താണ് എല്ലാം അടയാളപ്പെടുത്തുക, കാരണം നല്ല ഭാഗത്താണല്ലോ തയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ ബെൽറ്റ് വെക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് നൈറ്റി പീസ് തിരിച്ചിടാം.
അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഒന്ന് ചെറിയൊരു വെട്ടിട്ട് കൊടുക്കാം. ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഷോൾഡറാണ് ഇവിടെ എന്നുള്ളത്. അപ്പോൾ തുണിയൊന്ന് നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നെക്ക് ഇതാ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് ഒരു 14 ഇഞ്ച് ഇവിടെ ഒരു 14 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡ് ഭാഗത്ത് 4 ഇഞ്ചാണ് അടിക്കാൻ വേണ്ടിയിട്ട് 4 ഇഞ്ചാണല്ലോ നല്ല ഭാഗത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ 4 ഇഞ്ച് കഴിഞ്ഞിട്ട് 2 ഇഞ്ച് കൂടെ എടുക്കുക. ഈ 2 ഇഞ്ച് മുതൽ ഇവിടെയും ഈ ഭാഗത്തും അതേപോലെ 14 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 ഇഞ്ച് എടുക്കുക. പിന്നെ 2 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇവിടെയുള്ള ഈ 2 ഇഞ്ച് മുതൽ ഇവിടെയുള്ള 2 ഇഞ്ച് വരെയാണ് നമുക്ക് ബെൽറ്റ് തയ്ച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇവിടുന്ന് ഇവിടം വരെയാണ് ബെൽറ്റ് തയ്ച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇത് ഫ്രണ്ട് നെക്കാണ്. അപ്പം ബാക്ക് നെക്കിനും ഇതേപോലെ തന്നെ വരയ്ക്കാം. പിന്നെ ഇതിൻ്റെ നടുഭാഗത്ത് നമ്മൾ ഈ ബെൽറ്റ് തയ്ച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ് വെക്കല്ല, ആ കയറ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഒരു വെട്ട് കൊടുത്ത് ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കണം. ഇത് 22 ഇഞ്ചിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഈ 11 ഇഞ്ചിൽ ഇതെവിടെ ഇവിടെ നമുക്ക് ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കണം. എന്നാലേ പുറത്തേക്ക് കയറ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ബാക്ക് പീസാണ്. ഞാൻ തുണി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ബാക്കിലും സൈഡ് ഭാഗത്തു നിന്ന് 4 ഇഞ്ച് അടയാളപ്പെടുത്തി, അവിടുന്ന് 2 ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തി. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും 14 ഇഞ്ച്, ഇവിടുന്ന് 4 ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തുക, പിന്നെ 2 ഇഞ്ച് അടയാളപ്പെടുത്തുക, അങ്ങനെ 6 ഇഞ്ച്. എന്നിട്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. പിന്നെ ഈ നൈറ്റി പീസ് ഞാനൊന്ന് മടക്കി വെച്ച് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഒരു 1.5 ഇഞ്ച് കയറ്റി വെട്ടണം. അതിവിടെ തൂങ്ങി നിൽക്കുന്ന പോലെ കാണുന്നതിന് കൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കുക. അപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ച്ച് നോക്കാം. ഇതിന് ഒരു ക്രോസ് പീസാണ് ഞാൻ നെക്കിന് വെച്ച് കൊടുക്കുന്നത്. അത് ക്രോസ് പീസ് വെട്ടാം. പിന്നെ ബെൽറ്റിന് ഇതിൽ നിന്ന് ബെൽറ്റിനെ ഞാൻ ഇത് 2 പീസാക്കിയിട്ട് അങ്ങനെ 2 പീസാക്കി എടുത്തിട്ട് ബെൽറ്റിന് വെക്കാം, ബാക്കിലും ഫ്രണ്ടിലും. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കാം. ബാക്ക് ഭാഗത്തു നിന്നാണ് വെച്ച് തുടങ്ങുന്നത്. ഇത് ചുറ്റും 4 ഇഞ്ചിൽ ഇങ്ങനെ തയ്ച്ച് വരിക. അതാ നെക്കിന് ചുറ്റും ഈ ക്രോസ് പീസ് ഇതാ 4 ഇഞ്ചിൽ ഇങ്ങനെ തയ്ച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ ഈ ക്രോസ് പീസിൻ്റെ മേലെ കൂടെ ഒരു പ്രസ് അടി കൊടുക്കുക. അപ്പം ഞാനിതാ ക്രോസ് പീസ് ഇവിടെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ നമ്മൾ തയ്ച്ച് പിടിപ്പിച്ച ഈ ക്രോസ് പീസ് ഇതിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ മടക്കി ചുറ്റും ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. അതിൻ്റെ ഈ സൈഡ് കൂടെ അങ്ങനെ തയ്ച്ച് കൊടുക്കുക. ഞാൻ തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പം നെക്ക് ഇതാ ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ കയറ് വെക്കാനുള്ള ബെൽറ്റ് പിടിപ്പിക്കാം. അപ്പം നമുക്ക് ബാക്കിൽ ബെൽറ്റ് വെക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ 4 ഇഞ്ച് പിന്നെ 2 ഇഞ്ചും വിട്ട് അങ്ങനെ 6 ഇഞ്ച് വിട്ടിട്ട് ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് അതേപോലെ തന്നെ ഈ ഭാഗത്തും 6 ഇഞ്ച് വിട്ടിട്ട് ഇതങ്ങനെ ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ. അത് ഇവിടെ ഇങ്ങനെ ഈ ലൈന് നടുക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പുറത്ത് തയ്ച്ചാലും മതി. അപ്പോൾ നമുക്ക് ഇത് തയ്ച്ചെടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുക. മടക്കി വന്ന തുണി അങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. മടക്കി വെച്ചിട്ട് ഈ 2 ഇഞ്ചിൻ്റെ ഇവിടെ അവസാനിക്കുന്ന ഇടത്തിൽ മടക്കി
തയ്ച്ചു കൊടുക്കുക. പിന്നെ ഇത് ബാക്ക് പീസാണ്. ഈ മുൻ പീസിന് നമുക്ക് നടുഭാഗത്തിൽ കയറ് പുറത്തേക്ക് എത്താൻ വേണ്ടി ഒരു ഹോൾസ് കൊടുക്കാണ്ട്. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഫ്രണ്ട് പീസിൻ്റെ ഞാനിതാ ഇവിടെ ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ചുറ്റും തുന്നി ഷർട്ടിനൊക്കെ വെക്കുന്ന ഹോൾസ് പോലെ തുന്നിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇവിടെ ഒരു കഷ്ണം വെച്ചിട്ട് പിൻകുത്തി വെക്കുന്നുണ്ട്. ഈ തുണീൻ്റെ നല്ല ഭാഗവും ഇതിൻ്റെ നല്ല ഭാഗവും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു പിന്ന് കുത്തി വെക്കാം. നമുക്ക് ഇത് മറച്ച് വെച്ചിട്ട് ഈ ഹോൾസിന് ചുറ്റും തയ്ച്ചു കൊടുക്കാം. ഞാൻ ഈ ഹോൾസിന് ചുറ്റും തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇങ്ങനെ നടു മടക്കി പിടിച്ചിട്ട് താഴെ വെച്ച ആ പീസും കൂടെ ഇങ്ങനെ വെച്ചിട്ട് ചെറിയൊരു വെട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് മറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് തുണി. ഈ പീസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മറച്ചെടുക്കുക. അങ്ങനെ മറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും ഒന്ന് നമ്മൾ തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മറുഭാഗത്ത് നമുക്ക് കയറ് വെക്കാനുള്ള ബാൻഡ് പിടിപ്പിക്കാം. നമ്മൾ ബാക്ക് പീസിന് വെച്ച പോലെ ഇവിടെ കയറ് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് അങ്ങനെ വെച്ച് കൊടുക്കുക. ഇവിടെ ഒന്ന് മടക്കിയിട്ട് തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് തയ്ച്ചിട്ട് കാണിക്കാം. നമ്മൾ ഫ്രണ്ട് പീസിനും ഈ ബെൽറ്റ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഹോൾസ് കയറെടുക്കാനുള്ള നമുക്ക് സൈഡ് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന കൈയിൻ്റെ വണ്ണം മുതൽ താഴെ വരെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആം ഹോൾ മുതൽ മടക്കി തയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു അടയാളപ്പെടുത്തിയിട്ടില്ലേ, അതുവരെ തയ്ച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ വെച്ച് നിർത്തിയിട്ട് മറ്റേ സൈഡും ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് വശവും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തും തയ്ച്ച് ഇനി നമുക്ക് താഴെ ഭാഗം അങ്ങനെ ഒന്ന് ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ കയറിട്ട് കൊടുക്കാം. ഞാൻ കയറൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. അതിതാ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ബെൽറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറിട്ട്, ഇനി ബാക്ക് പീസിൻ്റെ ബെൽറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറിട്ട് കൊടുക്കാം. അപ്പോൾ കഫ്താൻ നൈറ്റി ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പമാണ് തയ്ക്കുക. എല്ലാവരും തയ്ച്ച് നോക്കണം. ഞാൻ ഇതിന് ഇവിടെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. പിന്നെ ഇത് ഗർഭിണികൾക്കൊക്കെ ഉപയോഗിക്കാൻ നല്ല ഡ്രസ്സാണ്. നമുക്ക് ആവശ്യമുള്ള അത്ര വണ്ണം ഇങ്ങനെ ചുരുക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും തയ്ച്ച് നോക്കണം. വീഡിയോ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.